വർഷം 1990. ഇറ്റലിയിലെ സ്റ്റേഡിയം. ലോകം ശ്വാസം അടക്കി പിടിച്ചു കണ്ട അർജന്റീന ബ്രസീൽ പോരാട്ടം. ബ്രസീലിയൻ പ്രതിരോധത്തിന്റെ നെഞ്ചുകീറി ഡിഗോ മറഡോണ ആ മാന്ത്രിക പാസ് നൽകുമ്പോൾ കാനറുകളുടെ കോട്ട തകർക്കാൻ ഒരാളവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആടിയുലയുന്ന നീളമുടിയുള്ള ക്ലോഡിയോ കാനിജിയ. കണ്ണു ചിമ്മുന്ന വേഗതയിൽ ആ സുന്ദരൻ പന്ത് ബ്രസീലിന്റെ വലയിലേക്ക് തുളച്ചു കയറ്റിയപ്പോൾ തകർന്നു പോയത് മഞ്ഞക്കുപ്പായക്കാരുടെ അഹങ്കാരമായിരുന്നു. അന്ന് മറഡോണ എന്ന വിസ്മയത്തിനപ്പുറം ഫുട്ബോൾ ലോകം മറ്റാരെയും അധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ആ ഒരൊറ്റ സെക്കൻഡ്, ആ ഒരൊറ്റ ഫിനിഷിംഗ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിലേക്കാണ് കാറ്റിന്റെ മകൻ എന്ന ലേബലിൽ ക്ലോഡിയോ കാനിജിയ എന്ന പേര് എന്നേക്കുമായി ആഴ്ന്നിറങ്ങിയത്. അതിവേഗമായിരുന്നു അയാളുടെ ആയുധം. ആ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാമറൂണിനെതിരെ കാനിജിയ നടത്തിയ ആ ഒരൊറ്റ ട്രിബ്ലിംഗ് ഓർമ്മയില്ലേ? കാമറൂൺ നിരയിലെ 3 കളിക്കാരാണ് അയാളെ ഫൗൾ ചെയ്ത് വീഴ്ത്താൻ നോക്കിയത്. ഒടുവിൽ ബെഞ്ചമിൻ മാസിങ്ങിന് റെഡ് കാർഡ് വാങ്ങിച്ചു നൽകി മാത്രമേ കാനിജിയയെ അവർക്ക് തടയാനായുള്ളൂ. അവിടെയും തീർന്നില്ല. സെമി ഫൈനലിൽ ആതിഥേയരായ ഇറ്റലിക്കെതിരെ ടൂർണമെന്റിൽ അതുവരെ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാതെ 517 മിനിറ്റുകൾ വലകാത്ത വാൾട്ടർ സാങ്കിയുടെ അഹങ്കാരം കാനിജിയെ തകർത്തത് ചരിത്രമാണ്. പക്ഷെ വിധി ക്രൂരനായിരുന്നു. ആ മത്സരത്തിൽ കിട്ടിയ ഒരു അനാവശ്യ മഞ്ഞക്കാർഡ് കാരണം ഫൈനലിൽ കാനിജിയയ്ക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അന്ന് കാനിജിയ ഫൈനലിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 90-ലെ ലോകകപ്പ് ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. 1994 ലോകകപ്പിൽ നൈജീരിയക്കെതിരെ കാനിജിയ നേടിയ ആ ഇരട്ട ഗോളുകൾ അയാളുടെ ക്ലാസ് തെളിയിക്കുന്നതായിരുന്നു. മറഡോണയുടെ കൂടെ കളിക്കുമ്പോൾ കാനിജിയയ്ക്ക് 100 ആനകളുടെ കരുത്തായിരുന്നു. അവർ തമ്മിലുള്ള കെമിസ്ട്രി മൈതാനത്ത് തീപ്പൊരി പാറിച്ചു. ഗോൾ അടിച്ച ശേഷം ഇരുവരും തമ്മിൽ കൈമാറിയ ആ വിഖ്യാതമായ ലിപ് കിസ്, അവർ തമ്മിൽ പ്രണയമാണെന്ന് കാനിജിയുടെ ഭാര്യ പോലും തമാശയായി പറഞ്ഞ ആ സൗഹൃദം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ഫുട്ബോൾ താരം എന്നതിനപ്പുറം ട്രാക്കിലെ അത്ലറ്റുകൾ പോലും വെല്ലുവിളിക്കുന്ന വേഗതയായിരുന്നു അയാളുടേത്. 100 മീറ്റർ ദൂരം സ്ഥിരമായി വെറും 10.50 സെക്കൻഡിൽ ഓടിത്തീർത്തിരുന്ന കാനിജിയ 10.20 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത അത്ഭുത റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ട്രാക്കിലെ രാജാവായിരുന്ന കാൽ ലൂയിസിന്റെ ലോക റെക്കോർഡ് 9.92 സെക്കൻഡ് മാത്രമായിരുന്ന ആ കാലത്താണ് ബൂട്ടിട്ട കാലുകളുമായി ഒരു ഫുട്ബോൾ താരം പുൽമൈതാനങ്ങളിൽ ഈ അസാധ്യമായ വേഗത പുറത്തെടുത്തത് എന്നോർക്കുമ്പോഴാണ് കാനിജിയ എന്ന അത്ഭുതം പൂർണ്ണമാകുന്നത്. പക്ഷെ മറഡോണയെ പോലെ കരിയർ ദൂർത്തടിച്ച പുത്രനായിരുന്നു കാനിജിയ. 1993 കൊക്കൈൻ ഉപയോഗത്തിന് 13 മാസത്തെ വിലക്ക്, പിന്നീട് മുടി മുറിച്ചാലേ ടീമിലെടുക്കൂ എന്ന കോച്ചിന്റെ വാദം, ഈ നിർദ്ദേശത്തിന് മുന്നിൽ തന്റെ പ്രിയപ്പെട്ട നീളൻ മുടി മുറിക്കാൻ തയ്യാറാകാത്തതിനാൽ 1998 ലോകകപ്പ് വരെ നഷ്ടപ്പെടുത്തി. അയാളുടെ കളി കാണാൻ കൊതിച്ച ആരാധകർക്കായി 2002 ലോകകപ്പ് സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ഒരു മിനിറ്റ് പോലും കളിക്കാൻ അവസരം കിട്ടിയില്ല. എന്ന് മാത്രമല്ല, സ്വീഡനെതിരെയുള്ള മത്സരത്തിൽ ബെഞ്ചിലിരുന്ന് റഫറിയെ പരിഹസിച്ചതിന് റെഡ് കാർഡ് വാങ്ങി ആ മഹാനായ കളിക്കാരൻ വേദനയോടെ പടിയിറങ്ങി. വേഗത കൊണ്ടും നിലപാടുകൾ കൊണ്ടും ഫുട്ബോൾ ചരിത്രത്തിൽ സ്വന്തമായി സിംഹാസനം തീർത്ത ഇതിഹാസം ക്ലോഡിയോ കാനിജിയ.